പുതിയകടപ്പുറം മഹല്ലിൽ പ്രവർത്തിക്കുന്ന ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം കൂട്ടായ്മ 10 വർഷത്തിൻ്റെ നിലവിലെത്തി നിൽക്കുകയാണ്. ഈ കാലയളവിൽ ഒരുപാട് നിസ്വാർത്ഥമായ സേവനങ്ങളും സഹായങ്ങളും ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ ചെറിയ കൂട്ടായ്മയെ സഹായിച്ച, ഞങ്ങളോട് സഹകരിച്ച എല്ലാ നല്ലവരായ ആളുകളോടും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പുതിയകടപ്പുറം ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം ട്രസ്റ്റ് 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ ഭാവങ്ങളും നേരുന്നു. 10ാം വർഷം ആഘോഷിക്കുന്ന ശിഹാബ്ദങ്ങൾ ട്രസ്റ്റിന് എൻ്റെ എല്ലാ രീതിയിലുള്ള ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. 10ാം വാർഷികം ആഘോഷിക്കുന്ന ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ ആശംസകളും നേരും. പ്രിയമുള്ളവരെ, ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 10ാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ വാർഷികം വളരെ പ്രൗഢമാക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ മികവുറ്റ പ്രവർത്തനത്തിന് നമ്മളുടെ എല്ലാവരുടെയും നസീമമായ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം സാധാരണക്കാരൻ്റെ ഒരു പ്രതീക്ഷയാണ്. കാരണം നമ്മൾ വാർഡുകളിൽ പല വീടുകളിലും കയറുമ്പം അവർക്ക് പല പ്രയാസങ്ങളുണ്ടാവാറുണ്ട്. അപ്പം അവർക്ക് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു നാമമാണ് ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം. കാരണം പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരാളും നമ്മുടെ വാർഡിൽ, നമ്മുടെ നാട്ടിൽ, പുതിയകടപ്പുറം മഹല്ലിൽ പട്ടിണി കിടക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം. കാരണം ഇനി സുഖമില്ലാത്ത രോഗികളാണെങ്കിലും അവർക്ക് വേണ്ട ചികിത്സ നൽകാനും നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു ആംബുലൻസ് സഹിതം ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തത്തിൻ്റെ അടുത്തുണ്ട്. ഇത് നമ്മളെ ഈ കാരുണ്യഹസ്തത്തിലുള്ള മെമ്പർമാർ വലിയ പണക്കാരൊന്നുമല്ല, സാധാരണക്കാരാണ്. എന്നാലും അവർ സാധാരണക്കാരെ സഹായിക്കുന്ന എന്നുള്ള ഒറ്റ പ്രതിജ്ഞാബദ്ധമായ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് അവർ മുന്നിട്ടിറങ്ങിയാണ്. ഈ ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവർക്ക് എല്ലാവിധ ആശംസകളും അതേപോലെ ഇതിനുവേണ്ടി സഹകരിക്കുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും നാട്ടിലെ സുഹൃത്തുക്കൾക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പുതിയകടപ്പുറം മഹല്ല് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം വളരെ ഗംഭീരമായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്കും പല സമയങ്ങളിൽ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഈ പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം വളരെ മനോഹരമായിട്ട് ഇതിനേക്കാൾ ഒരു ഉഷാറോടുകൂടി മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വം ആശംസകൾ നേരുന്നു. എൻ്റെ വാർഡിലെ രോഗികളുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ സമീപിക്കാറുള്ളത് ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം ട്രസ്റ്റിനെയാണ്. എനിക്കുണ്ടായ ഒരു അനുഭവം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. എൻ്റെ ഏട്ടന് വിദേശത്ത് ഒരു സ്ട്രോക്ക് വന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ഇക്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആദ്യം ബന്ധപ്പെട്ടത് ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം ട്രസ്റ്റിനെയാണ്. അവരുടെ 10ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നന്മകളും ഞാൻ അറിയിക്കുന്നു. താനൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒരുപാട് ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് കൈത്താങ്ങായി വോട്ട് ദുരന്തം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യമായി ഓടിയെത്തുകയും അവിടെ സാന്ത്വന പ്രവർത്തനങ്ങളിലും അതുപോലെ ആംബുലൻസ് സേവനങ്ങൾ നൽകി ഇന്നും താനൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാർക്കൊപ്പം നിലകൊണ്ടിട്ടുള്ള ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം പുതിയകടപ്പുറത്തിൻ്റെ 10ാം വാർഷിക ആഘോഷമാണ് നടക്കുന്നത്. ഇത്രയും കാലം വളരെ വലിയ ത്യാഗസംഗതിയോട് പ്രവർത്തിച്ച ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തത്തിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എല്ലാവിധ പിന്തുണയും സഹായവും ഞങ്ങൾ അർപ്പിക്കുകയാണ്. പുതിയകടപ്പുറം മഹല്ല് കേന്ദ്രീകരിച്ച് ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ 10 വർഷക്കാലം പൂർത്തീകരിക്കുക. നമുക്കറിയാം, ഒരു ജീവകാരുണ്യ മേഖലയിൽ 10 വർഷക്കാലം ലൈവായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ തീരദേശ മേഖലയിലെ പുതിയകടപ്പുറം ഉൾപ്പെടുന്ന ഈ മഹലിലെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിറഞ്ഞ അവസ്ഥയിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ കാരുണ്യഹസ്തം, ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം, ഈ കൂട്ടായ്മ നിലനിൽക്കുക എന്നുള്ളത് വലിയ ഒരു വിജയം തന്നെ. നമുക്കറിയാം, പിന്നെ ആംബുലൻസ്, അതിൻ്റെ കീഴിൽ ആംബുലൻസ് പ്രവർത്തിക്കുന്നു. ആംബുലൻസ്
അത് കഴിഞ്ഞ് ആംബുലൻസ് പുതിയതാക്കാൻ തീരുമാനിച്ചു. പുതിയ ആംബുലൻസാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങൾ, ധാരാളം രോഗികൾക്ക് ഒരുപാട് സഹായങ്ങൾ, അതുപോലെ തന്നെ പുതിയ അടപ്പുറമായി വന്നതുകൊണ്ട് ധാരാളം അവരുടെ ശാബ്ദങ്ങൾ കാരുണ്യഹസ്തത്തിൻ്റെ കയ്യെത്താത്ത മേഖലയിലുണ്ട്. എനിക്ക് തന്നെ ധാരാളം അവരുടെ അനുഭവങ്ങൾ ഉണ്ട്. അവരുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ പല പരിപാടിയിൽ പങ്കെടുത്താണ്. ഈ 10ാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ അവർ നമ്മുടെ നൂറിലേക്കിൽ വെച്ചുകൊണ്ട് താനൂരിലെ ബഡ്സ് സ്കൂളിലെ കുട്ടികളെ ഒരു ആഘോഷ പരിപാടി വെച്ച്, സത്യത്തിൽ നമ്മൾക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മളെല്ലാവരും മുന്നിടുന്നതാണ്. പക്ഷേ നമ്മളെ ഈ സമൂഹത്തിൽ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കൂടെ നിർത്തുക എന്നുള്ള വലിയ ഉദ്യമത്തിൽ ഒരു നേതൃത്വം നൽകുക എന്നുള്ളത് വലിയ അള്ളാഹുവിൻ്റെ പ്രതിഫലം നൽകുന്ന കർമ്മമാണ്. അവർക്കത് ഐക്യത്തോടു കൂടി കാലാകാലം നിലനിർത്താനും ആ മേഖലയുടെ നിഖില മേഖലയിൽ നന്മയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയട്ടെ എന്ന് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെ അതികാഠ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിഭാഗത്തിൽ തന്നെ വളരെയധികം ആശംസയും അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും. പുതിയടപ്പുറം കേന്ദ്രമായി തീരദേശത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുല്യതയില്ലാത്ത പ്രവർത്തനവുമായാണ് ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അവശത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്നവർക്കൊരു കൈത്താങ്ങായി കഴിഞ്ഞ 10 വർഷക്കാലത്തോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തത്തിൻ്റെ 10ാം വാർഷികമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 10 വർഷത്തിനകം തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. കഴിയുന്ന അത്ര ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രദേശത്തെ ഒരു പറ്റം യുവാക്കളുടെ കൂട്ടായ്മ താൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് നാളെ അതിന് പ്രതിഫലം ലഭിക്കുമെന്ന വിശ്വാസത്തോടു കൂടി തൻ്റെ പ്രവർത്തനത്തിലെ ഏറ്റവും പുണ്യം കിട്ടുന്നതും ഗുണകരമാവുന്ന പ്രവർത്തനം എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിട്ടാണ് ഒരു പറ്റം യുവാക്കൾ, പുതിയടപ്പുറത്തെ യുവാക്കൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും മാതൃകയാവുന്ന രീതിയിൽ ചാരിറ്റി രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനമാണ് ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിന് അർഹമായ പ്രതിഫലം നാളെയും തൻ്റെ ഇന്നത്തെ ജീവിതത്തിൽ ലഭിക്കുമെന്ന വിശ്വാസം തന്നെയാണ് എല്ലാവർക്കുള്ളത്. അതിനർഹമായ പ്രതിഫലം അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും 10ാം വാർഷികം ആഘോഷിക്കുന്ന ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നന്മ നിറഞ്ഞ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ പുതിയടപ്പുറം ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം എന്ന കൂട്ടായ്മ 10 വർഷത്തോളമായി നമ്മുടെ പ്രദേശത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഈ പ്രവർത്തന കാലയളവിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളും എല്ലാം തന്നെ മികച്ച രീതിയിൽ നടത്തി വന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഒരുപാട് നിസ്വാർത്ഥരായ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ അകമഴിഞ്ഞ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത ഒരുപാട് ആളുകളുടെ തന്നെ പിന്തുണയും തന്നെയാണ് ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം എന്ന ഈ കൂട്ടായ്മ. ഇനിയും ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തത്തിൽ കൂട്ടായ്മ കൈയിട്ട് എന്ന് ഹൃദയംഗമായ രീതിയിൽ